ആനപ്രേമികളെയെല്ലാം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഈ ചിങ്ങപ്പുലരിയിൽ ഒരു ഗജവീരനെ കൂടി നമുക്ക് നഷ്ടമായിരിക്കുന്നു. ഉത്സവ പൂരങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന പഞ്ചമത്തിൽ ദ്രോണ എന്ന ഗജരാജനെയാണ് നമുക്ക് നഷ്ടമായത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനത്തിൽ പറയുന്നുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കൊല്ലം ജില്ലയിലെ കുഴിയം ഗ്രാമത്തിലെ പഞ്ചമത്ത് തറവാടിന്റെ ഉടമസ്ഥതയിലുള്ള കൊമ്പനാണ് ദ്രോണ. ആന കേരളത്തിൽ തന്നെ വ്യത്യസ്തമായ പേരിന് ഉടമയായിരുന്നവൻ. ഉത്തരേന്ത്യയിൽ നിന്നും പുത്തംകുളം ഷാജിയാണ് ഇവനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ആദ്യകാലത്ത് പുത്തംകുളം ഹരിക്കുട്ടൻ എന്ന പേരിലാണ് ഇവൻ അറിയപ്പെട്ടിരുന്നത്. പുത്തംകുളത്ത് നിന്നും മയ്യനാട്ട് ശ്രീലാലിന്റെ ഉടമസ്ഥതയിലേക്ക് കൈമാറ്റം ചെയ്ത ആന നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് വായ്പൂരിലേക്ക് കൈമാറ്റം ചെയ്തു. അവിടെ തടികളോട് മല്ലിട്ട് തടിപ്പണികളിൽ സമർത്ഥനായ ആനയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു. അവന്റെ വഴക്കും വാശിയുമൊക്കെ പതിയെ പമ്പ കടന്നു. മോനിച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മോഹനൻ എന്ന ചട്ടക്കാരന്റെ ചിട്ടവട്ടങ്ങളിൽ അവൻ നല്ലൊരു എഴുന്നള്ളിപ്പാനയായി. അതിനിടയിൽ വീണ്ടും പുത്തുംകുളത്തേക്ക് തിരിച്ചു വന്ന ആനയെ പിന്നീട് പഞ്ചമത്ത് തറവാട്ടുകാർക്ക് കൈമാറ്റം ചെയ്തു. 15 വർഷത്തോളം ആനയെ ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ച മോനിച്ചനാണ് വഴക്കാളി ആനയിൽ നിന്നും ദ്രോണയെ നല്ലൊരു എഴുന്നള്ളിപ്പാനയാക്കി മാറ്റിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉത്സവ പൂരങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ദ്രോണ. അതിനിടയിലാണ് ദ്രോണയുടെ ആകസ്മികമായ ഈ വേർപാട് സംഭവിക്കുന്നത്. ആന കേരളത്തിൽ നിന്നും വിട പറഞ്ഞ ഗജരാജ മാടമ്പി പഞ്ചമത്തിൽ ദ്രോണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.